ഖാദർക്ക് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഈ മൗനത്തിൻ്റെ നിലവിളി എന്ന് പറയുന്ന പുസ്തകം ആദ്യം പ്രകാശനം ചെയ്ത ഖാദർക്ക് അന്ന് ഷെൽവിയുള്ള കാലത്ത്. അതിന് എനിക്കത് ഒരു വലിയ ഇതുപോലെ തോന്നുന്നത്, കാരണം ഇപ്പോഴത് 5 എഡിഷൻ പല പ്രസാധകരിലൂടെ വന്നു ഒരുപാട്. അത് ആദ്യമായിട്ട് മലയാളത്തിൽ എല്ലാ ചിത്രകാരന്മാരും, ചിത്രം നമ്പൂരി, പിന്നെ അച്യുതൻ കൂടല്ലൂർ, ഒരുവിധം ചിത്രകാരന്മാർ, PV കൃഷ്ണൻ, എല്ലാവരും ചിത്രങ്ങൾ വരച്ചിരുന്നു. അതിന് ഒരു പ്രത്യേകതയുള്ള പുസ്തകമായിരുന്നു. ഈ ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ ഖാദർഖാൻ്റെ വേറൊരു തട്ടക ചിത്രം. ശരിക്കും ഖാദർഖ ഒരു എഴുത്തുകാരനാകാനല്ല, ഈ ചിത്രകാരനാകാനാണ് അവിടേക്ക് പോയത് മദ്രാസിലേക്ക്. അതെ, എന്നിട്ട് പിന്നെ ആയി തീർന്നത് എഴുത്തുകാരനാണ്. പിന്നീട് നല്ലൊരു ചിത്രങ്ങൾ വ്യത്യസ്തമായ ഖാദർഖയുടെ. അല്ല, അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതെന്താ വെച്ചാൽ ക്ലാസ്സിൽ അവഗണിക്കപ്പെട്ട കുട്ടിയായിരുന്നു. അതെ, കാരണം ആകാരം കൊണ്ടും എല്ലാം കൊണ്ടും. അപ്പോൾ സ്വാഭാവിക കുട്ടികളുടെ ഇടയിൽ മികച്ചു നിൽക്കാൻ വേണ്ടി എന്ത് എന്നുള്ളൊരു, അപ്പം നന്നായിട്ട് ചിത്രം വരയ്ക്കുക. അതെ അതെ. അപ്പം ഡ്രോയിങ് മാഷ് രാമമാഷുണ്ട്. അപ്പോൾ എൻ്റെ ഈ വര കണ്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. അദ്ദേഹം ക്ലാസ്സിലുള്ള ഡ്രോയിങ്ങും അതും ഇതൊക്കെ എന്നെ ഏൽപ്പിക്കും. ഈ ആനിവേഴ്സറി വന്നാൽ ടാബ്ലോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇതും എന്നെ ഏൽപ്പിക്കും. അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ചിത്രം പഠിക്കണം. അങ്ങനെയാണ് SSLC കഴിഞ്ഞപ്പോൾ ചിത്രകല പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ചിത്രകല പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ MV ദേവൻ മദ്രാശി കോളേജ് ഓഫ് ആർട്സ് നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് മാതൃഭൂമിയിൽ വന്ന് ചേർന്ന കാലമാണ്. ഞാൻ ദേവൻ്റെ അടുത്ത് പോകുന്നു. ദേവനാണ് ഇതിൻ്റെ കാര്യങ്ങൾ KCS പണിക്കരെ കുറിച്ച് പറയുന്നതും ദേവൻ KCS പണിക്കർക്ക് കത്തയക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മദ്രാശിയിൽ എത്തുന്നതും. അവിടെ സ്കൂൾ ഓഫ് ആർട്സിൽ അതുവരെ എൻ്റെ മനസ്സിൽ ഡ്രോയിങ് മാഷ് നൽകിയ രീതിയല്ല. ഡ്രോയിങ് മാഷ് സ്കെയിലും പെൻസിലും റബ്ബറും ഒക്കെയാണ്. ഇതൊന്നുമില്ലാതെ ചാർക്കോൾ കൊണ്ട് വളരെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, നമുക്ക് ഇഷ്ടം പോലെയുള്ള ലൈൻസ് വരച്ചിട്ട് ചിത്രരചന പാഠം നൽകുന്നത് സ്കൂൾ ഓഫ് ആർട്സ്. പക്ഷേ അവിടെയും എനിക്ക് എൻ്റേതെന്ന് വെച്ചാൽ ഒരു 2 കൊല്ലം അവിടുത്തെ ചിത്രകല. ആ കാലത്താണ് മദ്രാശി കേരള സമാജമായിട്ടുള്ള ബന്ധം, കൊടുങ്ങല്ലൂർ, MGS, T പത്മനാഭൻ, ഗോവിന്ദൻ, ആ സാഹിതി സഖ്യമായിട്ടുള്ള ബന്ധമൊക്കെ വരുന്നത്. ആ കാലത്ത് ആ സാഹിത്യം, ആ കഥ മനസ്സിലേക്ക്. അതിൻ്റെ മുമ്പ് CH മുഹമ്മദ് കോയയുടെ താല്പര്യത്തിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ആദ്യത്തെ കഥ അച്ചടിച്ച് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡിൽ ചിത്രകലയെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 40 റുപ്യ മണി ഓർഡർ ചെയ്യും റംഗൂണിൽ നിന്ന്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവൻ ചിത്രകല പഠിച്ച് നേരാവാൻ പോകുന്നില്ല, നാശം പിടിച്ചു പോകാനാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ മദ്രാശിയിലുള്ള എൻ്റെ ബന്ധുക്കൾ ഉപ്പയെ അറിയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ മാതിരി ചലനങ്ങളെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ആളാണ്. കാരണം ചിത്രം പഠിക്കുക എന്നുള്ളത്, എഴുതുക എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞ പണിയല്ല എന്നാണ് ഉപ്പാൻ്റെ ധാരണ. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഈ അംഗീകാരമോ അല്ലെങ്കിൽ അവനവനെ സൃഷ്ടിക്കാനുള്ള ആ ഒരു ത്വരയുടെ വികാസമോ ഒന്നും അതിൻ്റെ ആൾക്കാർക്ക് അറിയില്ല. ഇന്നത്തെ കാലം അതാണ്. അപ്പോൾ 40 റുപ്യ മണി ഓർഡർ വരുന്നത് നിന്നു. പിന്നെ മദ്രാശിയിൽ അക്കാലത്ത് നിന്ന് പോകണമെങ്കിൽ പിന്നെ കാശ് വേണം. സ്വാഭാവികമായിട്ടും ഒരു സുപ്രഭാതത്തിൽ ആരോടും ചോദിക്കാതെ ഞാൻ മദ്രാശിയിൽ നിന്ന് വണ്ടിയാണ്. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂരിനെ കോഴിക്കോട്ട് വെച്ച് കണ്ടപ്പോൾ എന്തിനോട് ഒളിച്ചോടിയത് എന്നാ ചോദിച്ചത്. മദ്രാശി എന്നൊരു തരം ഒളിച്ചോട്ടായിരുന്നു. ഒളിച്ചോടുന്നതിനെതിരായിട്ട് അന്ന് KCS പണിക്കരുടെ പ്രിയ ശിഷ്യനായിരുന്നു രാജേശ്വരൻ, ഒരു ഊമയായിരുന്നു. അദ്ദേഹം നല്ല പ്രതിമ നിർമ്മാണത്തിൻ്റെ ആളാണ്. റോയ് ചൗധരിയുടെ പ്രിയ ശിഷ്യനാണ്. റോയ് ചൗധരിയുടെ പിന്നെ മെറീന ബീച്ചിലുള്ള ഈ ശില്പം അധ്വാനം അതൊക്കെ നിർമ്മിക്കുന്ന റോയ് ചൗധരിയെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് ചൗധരിയുടെ സഹായിയായിട്ട് നിന്ന ആളാണ് രാജേശ്വരൻ. അത്ര നന്നായിരുന്നു. ആ രാജേശ്വരൻ അന്ന് എന്നെ പോകുന്നതിനെ വിലക്കിയതാണ്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പിടിച്ചു വലിച്ച ആളാണ്. രാജേശ്വരൻ അറിയായിരുന്നു ഞാൻ പോരും. പക്ഷേ അത് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ അത് രാജേശ്വരനെ പഠിക്കാനൊക്കെ ഒന്ന് കൊടുങ്ങല്ലൂർ ആക്ഷേപിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ എന്നുള്ള രീതിയിൽ കുറ്റബോധമായിരുന്നു. ചിത്രങ്ങളിൽ ശരിക്ക് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഉത്സവങ്ങൾ, എവിടെയൊക്കെയോ ഹോട്ടലുകളിലൊക്കെ. തൃക്കോട്ടൂർ താഴ്വഴി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനതിൻ്റെ. അതും ഞാൻ പറഞ്ഞില്ലേ, ഈ കളം വടക്കേ മലബാറിൻ്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സർപ്പത്തിന് കളം വേണം. ഈ കളം വളരെ അതിരൂക്ഷമായ കളറാണ്. കളറും വൈറ്റും കറുപ്പും പിന്നെ ചുവപ്പും മഞ്ഞയും ഒക്കെ ആയിട്ടുള്ള
ഈ കളം വരയ്ക്കുകയാണ്. അതെ. കളം സർപ്പത്തിൻ്റെ ആകൃതിയും മറ്റ് രീതിയിലാണ്. ഈ കളം വരക്കലും അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് അതും രൂക്ഷമായ കളറാണ്. ഈ സ്വാഭാവികമായിട്ട് തൃക്കോടിത്താവഴി ഉള്ള കഥകൾ വരുമ്പോൾ ആ രൂക്ഷമായ കളറിലുള്ള ഒരു രീതിയിൽ അത് സ്വീകരിച്ചതാണ്. ആ ഒരു രീതിയിലാണ് ചിത്രം. പിന്നീട് എന്താണെന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ചിത്രകലയിലേക്ക് വരുന്നത്. അപ്പോൾ ചിത്രകലയിൽ എൻ്റെതായ രീതിയിൽ ഒരു പ്രത്യേകത ഉണ്ടാക്കണമല്ലോ, ഭാഷയിൽ ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയാണ് അങ്ങനെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയ കക്ഷിയോടും പ്രത്യേകിച്ച് ഒരു ആഭിമുഖ്യമൊന്നുമില്ലാത്ത മനുഷ്യനാണ്, എല്ലാ രാഷ്ട്രീയ കക്ഷിയോടും. പക്ഷേ എനിക്ക് ഇടതുപക്ഷത്തിൻ്റെയും മതേതരത്വ വീക്ഷണങ്ങളോട് കുറച്ചുകൂടി അടുപ്പുണ്ട് അവർ അക്കാര്യത്തിൽ പുലർത്തുന്ന. പിന്നെ ഖാദർക്കയെ സംബന്ധിച്ചിടത്തോളം പുകാസിയുടെ പ്രസിഡൻ്റാണ്. പിന്നെ ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് ഇപ്പോൾ CPM-നോട് തുറന്നതിനെ ചോദിക്കുക, അങ്ങനെയുള്ളൊരു വിധേയത്വം അങ്ങനെ ഒരു വിധേയത്വമില്ല. പക്ഷേ എനിക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എനിക്ക് എഴുതാനും വായിക്കാനും ഉള്ളൊരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നത് ഈ ബീഡിപ്പീഡിയയിലായിരുന്നു. എൻ്റെ തറവാട്ടിൽ എഴുത്തിൻ്റെയും അന്തരീക്ഷമൊന്നുമില്ല, എഴുത്തിനെ അംഗീകരിക്കുകയില്ല. അപ്പം ഞാൻ എപ്പോഴും കൊയിലാണ്ടിയിൽ ബീഡി തീർപ്പുകാരുടെ ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ ഇപ്പോൾ അതിൽ ഉടമസ്ഥ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, MC ഇബ്രാഹിം. MC ഇബ്രാഹിമിൻ്റെ ബീഡിപ്പീഡിയയിലാണ് ഞാൻ പോവുക. രാവിലെ പോവും, അവിടെ ഇരുന്ന് പത്രം വായിക്കും. അപ്പം അവിടെ ഒരുപാട് ബീഡി തീർക്കുന്ന ആളുകളുണ്ട്. അവരും ഈ എൻ്റെ പത്രവായനയിൽ അവരും പങ്കെടുക്കും. എന്തിന് CH മുഹമ്മദ് കോയ വരെ കൊയിലാണ്ടിയിലെ സ്റ്റാർ ബീഡി കമ്പനിയിൽ വരുമായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ അവിടുത്തെ സ്ഥിരം അന്തേവാസിയായി. എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ടിട്ട് എല്ലാവരാലും അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായി. കഥയെഴുത്തിൻ്റെ പേരിൽ പല പേരിലും. പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് അവരാണ് എന്നെ കൂട്ടിയടുപ്പിച്ചത് വായിക്കാൻ. അന്ന് കാലത്ത് നവയുഗത്തിലൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ട്, ദേശാഭിമാനിയിലും എഴുതിയിട്ടുണ്ട്, പക്ഷെ നവയുഗത്തിൽ അക്കാലത്ത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രോത്സാഹനം അവിടെ നിന്നാണ് കിട്ടിയത്. എൻ്റെ ആ മനുഷ്യൻ എന്ന കഥ നവയുഗത്തിൽ അച്ചടിച്ചു. അത് ഒരു തെറ്റിത്തെറിഞ്ഞ് നടക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ ഒരു ഭ്രാന്തൻ്റെ കഥയാണ്. അത് വർഗീയ ലഹളയിൽ ഒറ്റപ്പെട്ടുപോയ ഭ്രാന്തനാണ്. ആ കഥയാണ് ആ മനുഷ്യൻ. പക്ഷേ നവയുഗത്തിൽ അയച്ചപ്പോൾ PR നമ്പ്യാർ, മരിച്ചുപോയ PR നമ്പ്യാർ, അദ്ദേഹം അതിലടിയിലൊരു പാരഗ്രാഫ്, പുനം കൊത്തി കൃഷി ചെയ്യുന്ന കാലം. ആ മനുഷ്യൻ അവരുടെ കൂട്ടത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനും ജീവിതം കൊണ്ടൊരർത്ഥമുണ്ടായി. അവരുടെ കൂട്ടത്തിൽ കൃഷിക്കാരനായി മാറി എന്ന് എഴുതി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ കഥയുടെ അവസാനത്തെ പാരഗ്രാഫ് ശ്രദ്ധിച്ചു, മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒന്ന് കഥകളിൽ ആവിഷ്കരിക്കാൻ കഴിയും. അപ്പോഴാണ് ഒരു എഴുത്തുകാരൻ ജീവിതഗന്ധിയായ കഥകൾ എഴുതുന്നു, അല്ലെങ്കിൽ ജീവിതഗന്ധിയുടെ ഭാഗത്താണ് എന്ന് പറയുന്നത്. ആ ഒരു പാഠം എന്നെ പഠിപ്പിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എവിടെ തകരാറ് സംഭവിക്കുന്നു, എവിടെ ച്യുതി സംഭവിക്കുന്നു, അവിടെ അതിനെതിരായിട്ട് ഒരു ചെറുവിരലനക്കാൻ ത്രാണിയുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ആ ഒരു വിശ്വാസം ഇതിൻ്റെ പരമ്പരയായിട്ട് തുടർന്നു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു രീതി ആ മനുഷ്യപക്ഷത്ത് നിൽക്കണം, ഇടതുപക്ഷ പുരോഗമന ചിന്താശക്തികളുടെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്നല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പ് എടുക്കണമെന്നോ ഒന്നുമില്ല. ഞാനത് പക്ഷെ ഒരിക്കലും പുരോഗമന പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ഒരു ചലനം വരുമ്പോൾ ഞാൻ ഇതിനെ എതിർക്കും. ആ ഒരു അതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അത് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. അവർ വേറൊരു കാര്യം, ഖാദർക്ക് ഒരുപാട് ഹിന്ദു മിത്തോളജി എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കാലം ഭയങ്കര മാറിപ്പോയി. ഞാൻ മണ്ണാങ്കട്ടയും കരിയിലും എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൽ മണ്ണാങ്കട്ടയും കരിയിലെയും ക്ലാസ്സിൽ വന്നിട്ട് മാഷ് പഠിപ്പിക്കുക, മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അബ്ദുൽ നാസർ എണീറ്റ് എന്ന് പറയും, സർ കാശിയിലേക്കല്ല മക്കയിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ ജോസഫ് എന്ന് പറയുന്ന വേറൊരു കുട്ടി എണീറ്റ് പറയും, സർ കാശിയിലേക്കും മക്കയിലേക്കും അല്ല ബദ്രഹേമിലേക്കാണ് പോയത്. അപ്പോൾ പരമേശ്വരൻ എന്ന് പറയുന്നൊരു കുട്ടി എണീറ്റ് നിന്നിട്ട് പറയും, ഭാരതത്തിന് വെളിയിലുള്ള ഒരു പേരും ഇവിടെ ഉച്ചരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ക്ലാസ്സാകെ അലങ്കോലായിട്ട് അധ്യാപകന് ഈ കഥ പറയാൻ പറ്റാതെ തിരിച്ചു പോകുന്നൊരു കാലത്ത് ആണ് മണ്ണാങ്കട്ടയും കരിയിൽ എഴുതിയത്. കാലം ഇപ്പോഴും ഈ മിത്തോളജി, ഇപ്പം MTയുടെ നിർമാല്യം,
ഇതിൻ്റെ മുഖത്ത് നോക്കി തുപ്പുന്ന ഇപ്പോഴാണെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റില്ല. വല്ലാത്ത തരത്തിൽ ഈ മതധ്രുവീകരണം വല്ലാതെ നടന്നു പോയിരിക്കുന്നു ഈ കാലത്ത് അല്ലേ? കാതർക്കാർക്ക് തോന്നിയിട്ടില്ല വല്ലാതെ? കാരണം അതെ, അപ്പോൾ വിശുദ്ധ പൂച്ച ആണെങ്കിൽ ഇക്കാലത്ത് അത് എഴുതാൻ പറ്റില്ല. പക്ഷേ ഇക്കാലത്ത് അത്തരം അന്ധവിശ്വാസങ്ങളില്ല, അത് പറയാം. അതെ, പക്ഷെ മറ്റു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ധാരാളം ഉണ്ട്. അന്ധവിശ്വാസങ്ങൾ പണ്ട് നേരത്തെ പറഞ്ഞ മറിയക്കുട്ടിച്ചയുടെ കഥയിൽ ഒതുങ്ങുന്നു അന്ധവിശ്വാസം. ഇന്നതല്ല. ഇന്ന് ആധുനിക ജീവിത സമ്പ്രദായങ്ങളും ആധുനിക ജീവിത സൗകര്യങ്ങളും ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾ ഞാൻ പറയുന്നത് ഈ മനുഷ്യർ തമ്മിലുള്ള കാഴ്ചപ്പാട്. ഇപ്പം എനിക്കും പാറക്കടവിനും ഇരുന്ന് സ്നേഹിക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും. പക്ഷേ പാറക്കടവ് ഏത് ജാതി എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. ഞാൻ ഏത് ജാതി എന്ന രീതിയിലല്ല പാറക്കടവ് നമുക്കങ്ങനെ കാണാൻ സാധ്യമല്ല. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ കാണണം എന്നുള്ള ഒരു 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 ഉൾബോധ്യം നമ്മുടെ പുതിയ തലമുറയിൽ എങ്ങനെയോ പതുക്കെ അപകടകരമായ ഇന്ന് ഇപ്പോൾ ഓരോരുത്തർ പറയുന്നില്ലേ, ഞങ്ങൾ സംഘടിച്ചാൽ ഭരണം മറ്റേതായി കഴിയും, ഞങ്ങൾ മറ്റേ സംഘടന ഈ സംഘടനയും ചേർന്നാൽ മറ്റേ ഭരണം സാമുദായിക സംഘടനകൾ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആജ്ഞാപിക്കുന്ന കാലം. കാരണം എത്ര ഒരു മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുപോലെ തന്നെ മറ്റ് ചില പാർട്ടി സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള പാർട്ടികൾക്ക് അവർ ഇന്ന് എത്ര മന്ത്രിസഭയിൽ ഇത്ര അംഗങ്ങൾ ഇന്ന ജാതിക്കാരെന്ന് കാണുന്നില്ല. അതേ സമയത്ത് ഈ പുതിയ കാലഘട്ടത്തിലെ പല മന്ത്രിസഭകളും അതുപോലുള്ള സംഘടനകളും ഇന്ന സമുദായത്തിൻ്റെ അനുപാതം വരെ നോക്കുന്നുണ്ട്. ഈ അനുപാതം നോക്കി ആളെ നിർണ്ണയിക്കുന്ന അവസ്ഥ വരുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള അകൽച്ച നടക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ്റെ കഴുത്തറക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ്. മറ്റേതല്ല, മനുഷ്യപ്പറ്റ്. ആ മനുഷ്യപ്പറ്റ് ഇന്ന് ഏതാണ്ട് വളരെ പ്രകടനപരമാണ്. അത് ശരിയാ. അത് പക്ഷേ നമ്മളൊരു തലമുറക്ക് അതില്ല. ഇല്ല, ഭാഗ്യവശാൽ. പക്ഷെ വരും തലമുറക്ക് അത് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആകുലതയാണ് വാസ്തവത്തിൽ നമ്മളെ തലമുറക്ക്. ശരിയാണ്. ജാതി നോക്കിയല്ല ആലിംഗനം, അവന്റെ ആ സ്നേഹം നോക്കിയുള്ള ആലിംഗനങ്ങളാണ്. പറഞ്ഞ സ്നേഹമുള്ള അങ്ങനത്തെ ഒരു കാലം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ സംസാരം തൽക്കാലം നിർത്താല്ലേ. പിന്നെ ആയിക്കോട്ടെ.